നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കിയേ. Two independent observation x1 and x2 are made on a random variable x with the density function f of x theta equal to 1 by theta into e raised to minus x by theta, comma 0 less than or equal to x less than infinity, theta value greater than 0 equal to 0 elsewhere. To test the null hypothesis h0 such that theta equal to 2 against h1 such that theta equal to 4. It is decided to accept h0 if x1 plus x2 greater than or equal to 9.5 അല്ലേ, and reject otherwise. അങ്ങനെ obtain the level of significance and power of the test. ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. Two independent observation x1 and x2 are made on a random variable x with the density function f of x theta sum 1 by theta into e raised to minus x by theta. 0 less than or equal to x less than infinity, theta greater than 0. To test the null hypothesis h0 such that theta equal to 2 against h1 such that theta equal to 4. It is decided to accept h0 if x1 plus x2 greater than accept ചെയ്യുന്ന റീജിയൻ പറയുന്നത് x1 plus x2 greater than or equal to 9.5 and reject otherwise. Obtain the level of significance and power of the test. ഈ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്ന രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ട്. x1 x2 എന്ന് പറയുന്നത് രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ട്. ആ രണ്ട് റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ പ്രത്യേകതയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ PDF എങ്ങനെ വന്നേക്കുന്നത്? എഫ് ഓഫ് എക്സ് തീറ്റ എന്ന് പറയുന്നത് എങ്ങനെ എഴുതിയേക്കുന്നത്? 1 by theta ഇൻറ്റു ഉണ്ടോ e raised to minus x by theta എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണ് ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ജോയിൻറ്റ് PDF പോയിട്ട് ഇവിടെ കാണിച്ച രണ്ടെണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ജോയിൻറ്റ് PDF അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് നോക്കാം. ഇത് ഏതാ 0 ലെസ് താൻ എക്സ് ലെസ് താൻ ഏതാ ഇൻഫിനിറ്റി അല്ലേ. തീറ്റ ഏതാ ഗ്രേറ്റർ ദാൻ 0. ഇനി എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? h0 സച്ച് ദാറ്റ് അല്ലേ. h0 സച്ച് ദാറ്റ് ഏതാ തീറ്റ ഈക്വൽ 2 ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എഗനസ്റ്റ് ഏതാ h1 സച്ച് ദാറ്റ് ഏതാ തീറ്റ ഈക്വൽ 4 അല്ലേ. ഇനി ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ ഏതാ? x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9.5 ആണ് ഏതാ ആക്സെപ്റ്റീവ് റീജിയൻ. അങ്ങനെ റിജക്ഷൻ റീജിയൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. x1 പ്ലസ് ഏതാ x2 അല്ലേ ലെസ് ദാൻ 9.5 ദാറ്റ് ഈസ് എ റിജക്ഷൻ റീജിയൻ അല്ലേ. എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും സാധാരണയായിട്ട് എഴുതുന്നത് റിജക്ഷൻ റീജിയനാണ്. ഇവിടെ അവർ തന്നേക്കുന്ന ആക്സെപ്റ്റീവ് റീജിയൻ ആയതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് റിജക്ഷൻ റീജിയൻ എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതിലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കണ്ടുപിടിക്കണം, പവർ ഓഫ് ദി ടെസ്റ്റ് കണ്ടുപിടിക്കണം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ലെവൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ടൈപ്പ് എററിനെ വിളിക്കുന്നവരാണ് അല്ലേ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് വിളിക്കും. വാട്ട് ഈസ് പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ടൈപ്പ് എറർ? പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് h0 വെൻ h0 ഈസ് ട്രൂ. h0 ട്രൂ ആവുന്ന കേസിൽ h0 ആക്സെപ്റ്റ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് വിളിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ രണ്ട് റാൻഡം വേരിയബിൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ജോയിൻറ്റ് PDF എഴുതിയാലേ പറ്റത്തുള്ളൂ. മനസ്സിലായി? അങ്ങനെ നമ്മൾ ഇതിൻ്റെ ജോയിൻറ്റ് PDF ആദ്യമേ എഴുതും. അതുകൊണ്ട് ഇതിൻ്റെ ജോയിൻറ്റ് PDF എന്ത് വരും? എഫ് ഓഫ് രണ്ട് റാൻഡം വേരിയബിൾ ഉള്ളതുകൊണ്ട് x1 x2 തീറ്റ. പക്ഷേ ഇതൊരു പ്രത്യേകത ഉണ്ട്. ഈ ജോയിൻറ്റ് ഇവിടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണ് ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് x1 തീറ്റ ഇൻറ്റു എഫ് ഓഫ് x2 തീറ്റ എന്ന് വരും. ഉണ്ടോ? x2 തീറ്റ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് x1 തീറ്റ? 1 by theta ഇൻറ്റു e raised to minus x1 by theta അല്ലേ ഇൻറ്റു 1 by theta ഇൻറ്റു e raised to minus x2 by theta എന്ന് വരും. ഉണ്ടോ? അങ്ങനെ 1 by theta ഇൻറ്റു 1 by theta എന്ന് വെച്ചാൽ 1 by theta സ്ക്വയർ ആവും. അന്നേരം 1 by theta ദ ഹോൾ സ്ക്വയർ ആവും. കണ്ടോ? 1 by theta ദ ഹോൾ സ്ക്വയർ ആവും ഇൻറ്റു e raised to minus x1 by theta ഇൻറ്റു e raised to minus x2 by theta എന്ന് വരും. ഇതാണ് നമ്മുടെ അന്നേരം PDF അന്നേരം എന്തൊരു 1 by theta സ്ക്വയർ ഇൻറ്റു e raised to minus x1 by theta ഇൻറ്റു e raised to minus x2 by theta. ഇതാണ് നമ്മുടെ ഇതിൻ്റെ PDF എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഇതിൻ്റെ റേഞ്ച് ഓഫ് വേരിയേഷൻ വേണം. x1 x2 റേഞ്ച് ഓഫ് വേരിയേഷൻ വേണം. പക്ഷേ ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. രണ്ട് റാൻഡം വേരിയബിൾ ഉള്ളത് ജോയിൻറ്റ് PDF ആയതുകൊണ്ട് നമുക്കറിയാം ജോയിൻറ്റ് PDF വരുമ്പോൾ എന്താ ഇത് കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ അറിയാലോ ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്നല്ലേ. അതിൻ്റെ PDF കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡബിൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ എന്ന്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സിഗ്നിഫിക്കൻസ് ലെവലാണ് കണ്ടുപിടിക്കേണ്ടത്. സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ പഴയ സിഗ്നിഫിക്കൻസ് ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്ലേ ആൽഫ കൊണ്ട് റെപ്രസെൻ്റ് അതെന്താ പ്രോബിലിറ്റി ഓഫ് ഇല്ലേ എങ്ങനെയാണ് റിജക്റ്റിംഗ് h0 വെൻ h0 ഈസ് ട്രൂ അല്ലേ. റിജക്റ്റിംഗ് h0 ഈസ് ട്രൂ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റിജക്റ്റിംഗ് h0 റിജക്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഈ രണ്ട് റാൻഡം വേരിയബിളിൻ്റെ സം ലെസ് ദാൻ 9.5 വരണം. അന്നേരം
ഇവിടെ നമുക്കറിയാം ഇത് ഒരു കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഡബിൾ ഇൻ്റഗ്രലാണ് വരുന്നത് കണ്ടോ, ഡബിൾ ഇൻ്റഗ്രൽ കണ്ടോ എഫ് ഓഫ് ഏതാ x1 x2 തീറ്റ ഇൻറ്റു അല്ലേ dx1 ഇൻറ്റു ഏതാ dx2 എന്ന് വരും അല്ലേ, dx1 ഇൻറ്റു dx2 എന്ന് വരും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ ലിമിറ്റ് നമുക്കുണ്ടെങ്കിലേ കണക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഇതിൻ്റെ എങ്ങനെ ലിമിറ്റ് നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. PDF നിങ്ങൾക്ക് മനസ്സിലായി 1/θ² ഇൻറ്റു ഏതാ e⁻x1/θ ഇൻറ്റു ഏതാ e⁻x2/θ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ നമ്മൾ ലിമിറ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഏതാ ഏതിൻ്റെ ലിമിറ്റ്, ഈ x1 + x2 < 9.5 ആയിട്ട് വരുന്ന അല്ലേ റീജിയനിലെ x1 x2 ഏതാ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോകും. നമുക്ക് അതിലോട്ട് പോകും. അന്നേരം നമ്മളിപ്പം കണ്ട് എങ്ങനെയാണ് ഏതാ ആൽഫ സിഗ്നിഫിക്കൻസ് ലെവൽ വരുന്നത്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ അല്ലേ, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഏതാ f(x(y) f(x1 x2 തീറ്റ ഇൻറ്റു ഏതാ dx1 dx2. പക്ഷേ ഇനി എന്തില്ല, നമുക്ക് ലിമിറ്റ് ഇല്ല. അന്നേരം ലിമിറ്റിലോട്ട് പോകും. അന്നേരം നമുക്കിവിടെ അറിയാം ഇത് ഇവിടുത്തെ പ്രത്യേകത എന്താ, x1 + x2 ഇല്ലേ < 9.5 ആണല്ലോ നമ്മുടെ റിജക്ഷൻ റീജിയൻ. നമ്മളത് ഒന്ന് നോക്കുക, ആ റീജിയൻ നോക്കുക. നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ പഠിച്ചുകൊണ്ട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ, ഡബിൾ ഇൻ്റഗ്രേഷനകത്ത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. ഈ x1 + x2 9.5 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കണ്ടോ ഇതിൻ്റെ വാല്യൂ ഒന്ന് എടുക്കും കണ്ടോ, x1 x2 ആണ്ട് x1 അല്ലേ, ഇതൊരു ലൈനാണല്ലോ. x1 + x2 = 9.5 റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈന് 2 പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ റീജിയൻ കിട്ടും. അതിനെന്ത് ചെയ്താൽ ആദ്യം x1 0 കൊടുക്കുന്നു. അതായത് ഇത് x1 ആക്സസ് എന്നിരിക്കട്ടെ, ഇത് x2 ആക്സസ് എന്നിരിക്കട്ടെ കണ്ടോ, ഇത് x1 ആക്സസ്, ഇത് x2 ആക്സസ്, xy എന്നുള്ള മീനിങ്ങിൽ ഇത് x1 ആക്സസ് x2 ആക്സസ് ആയിട്ട് എടുത്തതേ ഉള്ളൂ. x1 0 ആകുമ്പം x2 എത്ര 9.5 ആവും. എന്തുകൊണ്ടാണ് x1 + x2 = 9.5 നമ്മൾ എടുത്താൽ കണ്ടോ, x1 + x2 = 9.5. അതായത് x1 0 ആവുന്ന x2 9.5 ആവും കണ്ടോ. അന്നേരം ഇവിടെ കണ്ടോ ഇത് ഈ പോയിന്റ് 0 അല്ലേ 9.5 ആവും. ഇനി അടുത്തേതാ x2 0 ആകുമ്പോൾ x1 ഏതാ 9.5 ആവുമല്ലോ. അന്നേരം ഈ പോയിന്റ് എന്ന് പറയുന്നത് 9.5 അല്ലേ 9.5 0 ആവും. ഇത് ഏതാ 0 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ റേഞ്ച് ഓഫ് വേരിയേഷൻ വേണം. ഇനി അടുത്ത് നമുക്കറിയാം ഇത് ഇപ്പം അന്നേരം നമുക്ക് ഈ x1 പാരലായിട്ട് ഞാനൊരു സ്ട്രിപ്പ് എടുക്കുന്നു കണ്ടോ. അങ്ങനെ അറിയാലോ ഈ സ്ട്രിപ്പിനെ നമ്മൾ മൂവ് ചെയ്യിക്കുക. നമുക്ക് റേഞ്ച് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാൻ ഡബിൾ ഇൻ്റഗ്രേഷൻ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാമെങ്കിലേ നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ആശയം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അന്നേരം നമ്മൾ നമുക്ക് x1 + x2 = 9.5ൻ്റെ <9.5ൻ്റെ ഇൻ്റഗ്രേഷൻ റീജിയൻ കണ്ടുപിടിക്കണം. അന്നേരം നമ്മൾ ആദ്യം എന്ത് ചെയ്ത് x1 0 ഇട്ട് കൊടുത്തപ്പോൾ x2 കിട്ടി, x2 0 ഇട്ട് കൊടുക്കുമ്പോൾ x1 കിട്ടി. അന്നേരം ഏതൊക്കെ പോയിന്റ് വന്ന് നമ്മുടെ ആ ലൈൻ പാസ് ചെയ്യുന്നത് 9.5 0-ക്കകത്തും 0 9.5. അതുകൊണ്ട് ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. കണ്ടോ ഇതാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. കാരണം എടുത്ത് പറയുന്നുണ്ട് അല്ലേ, ഇത് x1 + x2 x2 > 9.5 ആണ് ആക്സെപ്റ്റിംഗ് റീജിയൻ. അന്നേരം റിജക്ഷൻ റീജിയൻ എന്ന് പറയുന്നത് അതിൻ്റെ താഴെ വരും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ ഈ x1 വില എന്ന് പറയുന്നത് 0 വരും അല്ലേ. ഇവിടെ x1 വില എന്ന് പറയുന്നത് 9.5. എന്തുകൊണ്ടാണ് 9.5 - x2 വരും. അതെന്താ ഇത് രണ്ടോട് കൂട്ടുമ്പോൾ 9.5 ആണല്ലോ. അന്നേരം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ x1ൻ്റെ റേഞ്ച് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 9.5 - x2. ഇനി x2ൻ്റെ റേഞ്ച് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 9.5. മനസ്സിലായി. അന്നേരം നമുക്ക് റേഞ്ച് ഓഫ് വേരിയേഷൻ കിട്ടി. എങ്ങനെ റേഞ്ച് ഓഫ് വേരിയേഷൻ എങ്ങനെ കിട്ടുന്നത്, x1ൻ്റെ റേഞ്ച് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 9.5 - x2 ആയിരിക്കും. ഇനി x2ൻ്റെ റേഞ്ച് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് 0 to 9.5 ആയിരിക്കും, 9.5. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതിലോട്ട് പോവാം സിഗ്നിഫിക്കൻസ് ലെവലിലോട്ട് പോവാം. അന്നേരം എന്താണ് സിഗ്നിഫിക്കൻസ് ലെവൽ നമ്മൾ കണ്ടായിരുന്നു. എന്താ സിഗ്നിഫിക്കൻസ് ലെവൽ, ആൽഫ = അല്ലേ പ്രോബിലിറ്റി ഓഫ് റിജക്റ്റിംഗ് h0 റിജക്റ്റിംഗ് h0 ഈസ് ട്രൂ അല്ലേ. ഇനി വാട്ട് ഈസ് റിജക്റ്റിംഗ് h0 നമുക്കറിയാം. ഇവിടെ 2 റാൻഡം വേരിയബിൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ജോയിൻറ്റ് PDF വേണം എഴുതാൻ. അന്നേരം എങ്ങനെ ഒരു ഡബിൾ ഇൻ്റഗ്രൽ ലിമിറ്റ് ഓർമ്മയുണ്ടല്ലോ, ഡബിൾ ഇൻ്റഗ്രൽ ആദ്യം x2ൻ്റെ ലിമിറ്റ് ഡെഫിനറ്റ് ലിമിറ്റ് വേണം ആദ്യം കൊടുക്കാൻ. 0 to ഇത് x2ൻ്റെ ലിമിറ്റ് x2 = 0 to 9.5 കണ്ടോ. അടുത്ത ലിമിറ്റ് 0 to അല്ലേ 9.5 - x2 എന്ന് വരും കണ്ടോ. x2 ഇൻറ്റു അല്ലേ f(x1 x2) അല്ലേ തീറ്റ ഇൻറ്റു dx1 dx2 എന്ന് വരും കണ്ടോ. നമ്മൾ ഈ ജോയിൻറ്റ് PDF തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയായിരുന്നു. എങ്ങനെ എഴുതിയത്, ഇൻ്റഗ്രൽ 0 to അല്ലേ 9.5 to ഇൻ്റഗ്രൽ 0 to 9.5 - x2 കണ്ടോ. x2 ഇൻറ്റു what is f(x1 x2) തീറ്റ ഇൻറ്റു dx1 dx2. എങ്ങനെയാണ് നമ്മൾ എഴുതിയത്, 1/θ² ഇൻറ്റു അല്ലേ 1/θ² ഇൻറ്റു എങ്ങനെയായിരുന്നു e⁻x1 അല്ലേ e⁻x1 തീറ്റ ഇൻറ്റു
ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ ഇല്ലേ തീറ്റ ഇൻറ്റു ഏതാ ഡി എക്സ് വൺ ഏതാ ഡി എക്സ് ടു വരും. ഇനി നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ എക്സ് വൺ എന്ന് പറയുന്നത് ഏതാ നമുക്കറിയാം ഈ തീറ്റ ഇല്ലേ റിജക്റ്റിംഗ് എച്ച് നോട്ട് ഈസ് ട്രൂ എന്ന് പറയുമ്പോൾ എച്ച് നോട്ട് ട്രൂ ആകുമ്പോൾ തീറ്റയുടെ വില എത്ര എടുക്കണം എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത് 2 എടുക്കുക. അതായത് തീറ്റയുടെ വില 2 എന്ന് എടുക്കുക. അതായത് തീറ്റയുടെ വില നമ്മൾ 2 എന്ന് എടുക്കുമ്പോഴേ 1/2² ദാറ്റ് ഈസ് ഏതാ 1/4 എന്ന് വരും അല്ലേ. അത് ഇനി പുറത്തെടുക്കാം. അങ്ങനെ വരും 1/4 ഇൻറ്റു ഉണ്ടോ ഇൻ്റഗ്രൽ 0 to 9.5 അല്ലേ. നമുക്കറിയാമല്ലോ ഡബിൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ ഇത് ചെയ്യുന്നത്. ആദ്യം എക്സ് വണ്ണ് ചെയ്യുക, എക്സ് ടു എന്താ കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കുക അല്ലേ. എക്സ് ടു കോൺസ്റ്റൻ്റ് ആയിട്ട് പരിഗണിക്കുക. എന്നിട്ട് ഏതാ അത് ചെയ്തതിന് ശേഷം രണ്ടാമത്തത് ചെയ്യുക. എന്താ എങ്ങനെ വരും ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ തീറ്റ ഇൻറ്റു അല്ലേ ഇൻ്റഗ്രൽ 0 to ഏതാ 9.5 മൈനസ് എക്സ് ടു ഉണ്ടോ 9.5 മൈനസ് എക്സ് ടു ഇൻറ്റു അല്ലേ ഏതാ ഇ റേസ് ടു മൈനസ് എക്സ് വൺ ബൈ തീറ്റ അല്ലേ. എക്സ് വൺ ബൈ തീറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എത്ര തീറ്റ ട്രൂ ആകുമ്പോൾ തീറ്റയുടെ വില എത്താ 2 എന്ന് വരും അല്ലേ. തീറ്റയുടെ വില 2 എന്ന് വരും. ഇവിടെ നമുക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ കണ്ടോ ഇ റേസ് ടു മൈനസ് എക്സ് വൺ ബൈ 2 ഇൻറ്റു ഏതാ ഡി എക്സ് വൺ അല്ലേ ഡി എക്സ് വൺ ഇൻറ്റു എന്ത് വരും ഡി എക്സ് ടു എന്ന് വരും കണ്ടോ. ഇനി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ വാട്ട് ഈസ് ഇ റേസ് ടു മൈനസ് എം എക്സ് അല്ലെ ഇ റേസ് ടു എം എക്സ് എന്ന് വെച്ചാൽ എന്താ ഇൻ്റഗ്രൽ ഇ റേസ് ടു എം എക്സ് എന്ന് വെച്ചാൽ ഇ റേസ് ടു എം എക്സ് ഡിവൈഡ് ബൈ ഏതാ എം എന്ന് വരും അല്ലേ. ഇ റേസ് ടു എം എക്സ് ഡിവൈഡ് ബൈ എം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേണ്ട ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ എടുക്കുമ്പോൾ വരും നമ്മുടെ ആദ്യത്തെ അതേ കണക്ക് തന്നെ നിർത്തുന്നത് ഏതാ 1/4 ഇൻറ്റു ഉണ്ടോ ഇൻ്റഗ്രൽ അല്ലേ 0 to 9.5 ഇൻറ്റു ഏതാ ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ 2 അല്ലേ ഇൻറ്റു ഉണ്ടോ ഇതിൻ്റെ വാല്യൂ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും ഇ റേസ് ടു അല്ലേ ഇ റേസ് ടു മൈനസ് എക്സ് വൺ ബൈ 2 ഇ റേസ് ടു മൈനസ് എക്സ് വൺ ബൈ 2 ഡിവൈഡഡ് ബൈ അല്ലേ -1/2 നമുക്ക് ഇൻ്റഗ്രേഷൻ അറിയാമല്ലോ. ഓവർ ദി ലിമിറ്റ് എന്ത് വരും 0 to അല്ലേ 9.5 മൈനസ് എക്സ് ടു വരും കണ്ടോ. ഇനി ഈ -1/2 ഇനി വരുമല്ലോ അല്ലെങ്കിൽ 4 2 വെട്ടിക്കളയുമ്പോൾ -1/2 ആവും അല്ലേ. അത് ഇനി പുറത്ത് നിർത്താം. അന്നേരം -1/2 ഇൻറ്റു എങ്ങനെ വരും ഇൻ്റഗ്രൽ 0 to 9.5 കണ്ടോ എങ്ങനെ വരും ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ 2 അല്ലേ. ഇവിടെ ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും കണ്ടോ ഇ റേസ് ടു അല്ലേ ഇ റേസ് ടു മൈനസ് അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് ഓഫ് 9.5 ആ മൈനസ് പ്ലസ് ആവും. അന്നേരം -9.5 അല്ലേ പ്ലസ് എന്താ എക്സ് ടു എന്നാവും അല്ലേ എക്സ് ടു ബൈ 2 എന്നാവും. കാരണം വെച്ചാൽ അപ്പർ ലിമിറ്റ് നമ്മളേതാ 9.5 മൈനസ് എക്സ് ടു എന്ന് കൊടുത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 വരും. ഇ റേസ് ടു 0 വെച്ചാൽ 1 വരും. അന്നേരം ഏതാ -1 വരും. അതുകൊണ്ട് ഇങ്ങനെ വരും മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റപ്പ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നത് അല്ലേ. ഏതാ -1/2 ഇൻറ്റു അല്ലേ ഇൻ്റഗ്രൽ 0 to 9.5 ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ 2 അല്ലേ ഇൻറ്റു ഇതിനെ സ്പ്ലിറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും ഇ റേസ് ടു -9.5 ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഏതാ എക്സ് ടു ബൈ 2 ഇല്ലേ -1 ഇൻറ്റു ഏതാ ഡി എക്സ് എന്ന് വരും. അന്നേരം നമുക്ക് സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ ഇപ്പം എങ്ങനെ കിട്ടി -1/2 ഇൻറ്റു ഇല്ലേ ഇൻ്റഗ്രൽ 0 to 9.5 ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ 2 ഇൻറ്റു ഇല്ലേ ഇ റേസ് ടു -9.5 മൈനസ് എക്സ് ടു ബൈ 2 -1 ഇൻറ്റു ഡി എക്സ് ഒന്നല്ലേ. നമുക്ക് അന്നേരം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്തപ്പോൾ നമുക്കത് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റപ്പ് ചെയ്യാം. സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതെന്ന് തോന്നുന്നു. അന്നേരം എങ്ങനെ ഇതാ ഇതിനെ അല്ലേ -1/2 ഇൻറ്റു ഉണ്ടോ ഇൻ്റഗ്രൽ 0 to 9.5 ഒന്നുമില്ല നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പഠിക്കുക അത്രേ ഉള്ളൂ. ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ 2 ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ 2 ഇൻറ്റു ഉണ്ടോ ഇതിനെ എന്താണ്ട് രണ്ടാക്കുന്നത് 2 ടൈം ആക്കുന്നത്. അന്നേരം ഇ റേസ് ടു -9.5/2 അല്ലേ ഇൻറ്റു എന്ത് വരും ഈ മൈനസ് അങ്ങ് പ്ലസ് ആവും അല്ലേ ഇ റേസ് ടു ഏതാ എക്സ് ടു ബൈ 2 ആവും എക്സ് ടു ബൈ 2 -1 ഇൻറ്റു ഡി എക്സ് ആവും. നിങ്ങൾ മനസ്സിലാക്കണമല്ലോ ഇത് നമ്മൾ മൈനസ് ഓപ്പൺ ചെയ്ത് രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റപ്പ് ചെയ്ത് ഇനി ഇത് അകത്തോട്ട് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടോ നിങ്ങൾ ഇ റേസ് ടു മൈനസ് എക്സ് ടു ബൈ 2 ഇ റേസ് ടു എക്സ് ടു ബൈ 2 ഇ റേസ് ടു 0 ഇ റേസ് ടു 0 അത് അത്ര 1 ആയി പോകും അല്ലേ. ഇത് രണ്ടോടെ നമുക്ക് ഒരുമിച്ചാക്കാമല്ലോ. അന്നേരം അത് അങ്ങ് 1 ആയി പോകും. അന്നേരം അങ്ങനെ വരും വീണ്ടും അങ്ങനെ ഒരു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to അല്ലേ 9.5 2 ഏതാ ഇ റേസ് ടു -9.5/2 അല്ലേ മൈനസ് ഒന്ന് വരും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് 1 ആയി പോകും. ഇത് രണ്ടോട് ഗുണിക്കുമ്പോൾ 1 ആവും. ഇനി ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും ഇ റേസ് ടു അല്ലേ -x2/2 ഓവർ അല്ലേ ഇൻറ്റു ഏതാ ഡി എക്സ് ആവും. നമ്മൾ പതുക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആണല്ലോ. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്ന് വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലും ഏതാ ദാറ്റ് ഈസ് ഇക്വൽ ടു ഇല്ലേ -1/2 ഇൻറ്റു ഉണ്ടോ -1/2 ഇൻറ്റു എന്ത് വരും e−9.5/2. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുമ്പോൾ എന്താ ഇൻ്റഗ്രൽ 0 to 9.5 ഇൻറ്റു e−9.5/2 മൈനസ് ഇൻ്റഗ്രൽ 0 to 9.5 ഇൻറ്റു e−x2/2 ഇൻറ്റു dx ആവും. രണ്ടായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതായത് ഇത് ആദ്യത്തെ ഇൻ്റഗ്രൽ എന്ത് വരും എക്സ് അല്ലേ ഓവർ ലിമിറ്റ് 0 to 9.5 ആവും. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. മൈനസ് ഇനി രണ്ടാമത്തത് അല്ലേ രണ്ടാമത്തെ ടൈം വരുമ്പോൾ എന്ത് വരും e−x2/2 ഡിവൈഡഡ് ബൈ അല്ലേ -1/2 എന്നാവും അല്ലേ. അവിടെ ഓവർ ലിമിറ്റ് എന്ത് വരും 0 to 9.5 എന്നാവും. നമ്മൾ പതുക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ. 9.5 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും -1/2 ഇൻറ്റു അല്ലേ -1/2 ഇൻറ്റു ഏതാ e−9.5/2 ഉണ്ടോ ഇൻറ്റു ആദ്യം അപ്പർ ലിമിറ്റ് 9.5 -0 ദാറ്റ് ഈസ് ഏതാ 9.5 എന്നാവും അല്ലേ 9.5 -0 അല്ലെ അങ്ങനെ തന്നെ എഴുതാം 9.5 -0. ഈ -0 പ്ലസ് ആവുമല്ലോ. ഈ 2 ഇഞ്ച് മേളിൽ വരും അല്ലേ 2 ഇൻറ്റു ഉണ്ടോ. ഇവിടെ നമ്മൾ വില കൊടുക്കുമ്പോൾ എന്ത് വരും അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e−9.5/2 അല്ലേ 5/2 അല്ലേ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e⁻0 എന്ന് വരും. n/0 1 ആണ്. അന്നേരം ഏതാ 1 വരും ഉണ്ടോ. ഇനി ഇത് സിംപ്ലിഫൈ എടുക്കുക. ഇത് നമ്മൾ പതുക്കെ ഇരുന്ന് സിംപ്ലിഫൈ എടുക്കുക അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ എന്തൊരു -1/2 ഇൻറ്റു അല്ലേ ഏതാ 9.5 ഇൻറ്റു e⁻9.5/2 ഉണ്ടോ ഏതാ പ്ലസ് അല്ലേ പ്ലസ് ഏതാ 2 ഇൻറ്റു എന്തെന്ന് വരും 2 ഇൻറ്റു അല്ലേ e⁻9.5/2 ഏതാ -2 എന്നാവും അല്ലേ -2 എന്നാവും. എന്നാൽ നമുക്കിപ്പോൾ എങ്ങനെ കിട്ടി -1/2 ഇൻറ്റു 9.5 ഇൻറ്റു e⁻9.5/2 പ്ലസ് ഏതാ 2 ഇൻറ്റു e⁻9.5/2 -2 എന്ന് വന്നു അല്ലേ. ഇവിടെ നമുക്കിപ്പോൾ അറിയാം 9.5 എക്സും 2x കൂടെ ചേർന്നാൽ നിങ്ങൾക്കറിയാം 11.5x അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ നമുക്ക് -1/2 ഇങ്ങനെ എഴുതാമല്ലോ. നിങ്ങൾക്കറിയാമല്ലോ 11.5 ഇൻറ്റു അല്ലേ e⁻9.5/2 അല്ലേ -2 എന്നാവും കണ്ടോ -2 അല്ലേ. നമുക്കിത് അകത്തോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെങ്ങനെ വന്നിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ ആൻസർ വന്ന് എങ്ങനെ വന്നിരിക്കും -1/2 ഇൻറ്റു അല്ലേ -1/2 ഇൻറ്റു അല്ലെങ്കിൽ -11.5/2 -11.5/2 ഇൻറ്റു e⁻9.5/2 5/2 മൈനസ് അങ്ങ് പ്ലസ് ആവും 2 ഇവിടെ വെട്ടിക്കളയും പ്ലസ് ഏതാ 1. ദിസ് ഈസ് ആൻസർ. അതെന്ത് വരും -11.5/2 ഇൻറ്റു e⁻9.5/2 ഏതാ +1 വരും. ഇനി നമുക്ക് പവർ ഓഫ് ദി ടെസ്റ്റ് കൂടെ കണ്ടുപിടിക്കണം അല്ലേ. അങ്ങനെ പവർ ഓഫ് ദി ടെസ്റ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ കണ്ട് എന്താ ചെക്ക് ചെയ്യേണ്ടത് h0 such that θ = 2 against h1 such that θ = 4 അല്ലേ. ക്രിട്ടിക്കൽ റീജിയൻ അറിയാലോ x1 + x2 ലെസ് ദാൻ 9.5 അല്ലേ f(x θ 1/θ × e⁻x/2) നമ്മൾ തൊട്ട് മുമ്പേ കണ്ട് ജോയിൻറ്റ് PDF ഒക്കെ നമ്മൾ എഴുതിയായിരുന്നു. എന്നാൽ ഇതിൻ്റെ പവർ ഓഫ് ദി ടെസ്റ്റ് കണ്ടുപിടിക്കണം ദാറ്റ് ഈസ് ബീറ്റ കണ്ടുപിടിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ പവർ ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് അല്ലേ ആക്സെപ്റ്റിംഗ് h1 when h1 is true അല്ലേ when h1 is true ഉണ്ടോ. അതായത് ഇത് ജോയിൻറ്റ് PDF ആണല്ലോ. ആക്സെപ്റ്റിംഗ് h1 എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന റീജിയൻ നമ്മൾ കണ്ട് x1 + x2 ലെസ് ദാൻ 9.5 നമ്മൾ നേരത്തെ വാല്യൂ കണ്ടായിരുന്നു. അന്നേരം എങ്ങനെ ഒരു ഇൻ്റഗ്രൽ 0 to അല്ലേ 9.5 ടു ഇൻ്റഗ്രൽ ഏതാ 0 to അല്ലേ 9.5 - x2 ഇൻറ്റു ഏതാ f of x1 x2 θ. വാട്ട് ഈസ് f of x1 x2 θ 1/θ² ഇൻറ്റു അല്ലേ 1/θ² ഇൻറ്റു എന്തൊരു e⁻x2/θ ഇൻറ്റു e⁻x1/θ ഇൻറ്റു dx1 എന്നാവും ആണോ. ഇനി തീറ്റ നമുക്കറിയാലോ ഏതാ ഇവിടെ എന്താ ആക്സെപ്റ്റിംഗ് h1 is true ട്രൂ ആകുമ്പോൾ എന്താ h1 ട്രൂ ആകുമ്പം തീറ്റയുടെ വില എത്ര 4. അങ്ങനെയാണെങ്കിൽ 1/4² ദാറ്റ് ഈസ് 1/16. അത് ഇനി പുറത്ത് എടുത്താലോ 1/16 ഇൻറ്റു ഉണ്ടോ 1/16 ഇൻറ്റു ഇനി നമുക്കറിയാം ആദ്യം ചെയ്യേണ്ടത് dx1 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് വരണിക്കും അല്ലേ. ഇൻ്റഗ്രൽ 0 to അല്ലേ 9.5 ഇൻ്റഗ്രൽ 0 to 9.5 ഇൻറ്റു ഏതാ e⁻x2/θ ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തുക ഇൻറ്റു ഇൻ്റഗ്രൽ ഏതാ ഇൻ്റഗ്രൽ 0 to 9.5 - x2 അല്ലേ -x2 ഇൻറ്റു ഏതാ e⁻x1 അല്ലേ തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് 4 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 4 ഇൻറ്റു
dx1 അല്ലേ? അത്രയും ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന ആൻസർ അതിനെ എന്ത് ചെയ്യണം? dx2 കൊണ്ട് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഉണ്ടോ? ഉണ്ടോ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു 1/16 ഇൻറ്റു ഉണ്ടോ ഇൻ്റഗ്രൽ 0 to 9.5 to e raised to minus x3/4. ഉണ്ടോ? ഇൻ്റഗ്രേഷൻ നമുക്കറിയാം. ഇൻ്റഗ്രൽ e raised to mx. e raised to mx എന്ന് വെച്ചാൽ e raised to mx by m എന്ന് വരും. എന്നാൽ ഇവിടെ എങ്ങനെ വരും? e raised to നേരത്തെ ചെയ്ത കണക്ക് തന്നെ x1/4 അല്ലേ? ഡിവൈഡ് ബൈ ഏതാ? -1/4 എന്നാവും. ഉണ്ടോ? ഓവർ ദി ലിമിറ്റ് ഏതാ? 0 to ഓവർ ദി ലിമിറ്റ് ഏതാ? 0 to ഏതാ? 9.5 - x2 എന്ന് വരും അല്ലേ? ഈ -1/4 ഇപ്പുറത്ത് വരുമ്പോൾ -4 ആവുമല്ലോ. ആ -4 16 ആകുമ്പോൾ മൈനസ് അല്ലേ? -1/4 ആവും. അന്നേരം -1/4 ഇൻറ്റു കണ്ടോ ഇൻ്റഗ്രൽ e raised to ഇൻ്റഗ്രൽ 0 to 9.5 ഇൻറ്റു ഇല്ലേ e raised to -x2/4 x2/4 ഇൻറ്റു നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം അപ്പർ ലിമിറ്റ് എടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ് എടുക്കുക ഇല്ലേ? ഈ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തായിരുന്നു. അതും ഈ 60യുടെ വെട്ടിപ്പോഴാണ് നമുക്ക് -1/4 വന്നത്. അന്നേരം ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് വരും. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? e raised to ഇല്ലേ എങ്ങനെ വരും? മൈനസ് ഓഫ് 9.5 - x2 അല്ലേ /4 എന്ന് വരും. അപ്പർ ലിമിറ്റ് തീർന്നില്ല അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ദാറ്റ് ഈസ് e raised to 0 ദാറ്റ് ഈസ് ഏതാ 1 എന്ന് വരും ഇൻറ്റു ഏതാ dx എന്ന് വരും. കണ്ടോ? ഇനി നമ്മൾ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുന്നു. ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊരു -1/4 ഇൻറ്റു കണ്ടോ ഇൻ്റഗ്രൽ 0 to 9.5 ഇൻറ്റു e raised to -x2/4 അല്ലേ? x2/4 ഇത് രണ്ടാക്കുമ്പോൾ എന്ത് വരും? ഇതിനെ രണ്ടാക്കി കഴിഞ്ഞാൽ e raised to -9.5/4 അല്ലേ? ഇൻറ്റു ഈ മൈനസ് പ്ലസ് ആവും. നേരത്തെ ചെയ്ത കണക്ക് തന്നെയാണ് e raised to x2/4 കണ്ടോ x2/4 ഏതാ -1 × dx ആവും. -1 × dx ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതകത്തോട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. e raised to -x2/4 e raised to x2/4 ഇൻറ്റു വരുമ്പോൾ എന്താ? a raised to m ഇൻറ്റു a raised to -m എന്ന് വന്നു കഴിഞ്ഞാൽ a raised to 0 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അതായത് ഇത് രണ്ടുകൂടെ ചേരാൻ 1 ആവും. ബാക്കി എന്ത് വരും? പിന്നെ ഓപ്പൺ ചെയ്താൽ മതി. അന്നേരം എങ്ങനെ വരും? ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും? -1/4 ഇൻറ്റു അല്ലേ -1/4 ഇൻറ്റു എങ്ങനെ വരും? ഇൻ്റഗ്രൽ 0 to 9.5 ഇൻറ്റു ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രണ്ട് ടൈമോടെ ചേരുമ്പോൾ 1 ആവും അല്ലേ? ബാക്കി എന്ത് വരും? e raised to -9.5/4 അല്ലേ? e raised to -9.5/4 അല്ലേ? മൈനസ് എന്ത് വരും? e raised to -x2/4 ഇൻറ്റു എന്ത് വരും? dx എന്ന് വരും. നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്കിത് കണക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇനി നമുക്കറിയാം ആദ്യത്തെ ടൈം ഏതാ? കോൺസ്റ്റൻ്റ്. രണ്ടാമത്തെ ടൈമാണ് വേരിയബിൾ ഇല്ലേ? ഇൻറ്റു dx2 എന്ന് ഇൻറ്റു dx2 അല്ലേ? ഇൻറ്റു dx2 അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ എന്ന് വരും 1/4 ഇൻറ്റു കണ്ടോ e raised to -9.5/4 ഇൻറ്റു അല്ലേ ഇൻറ്റു എക്സ് ഓവർ ദി ലിമിറ്റ് 0 to 9.5 ആവും. കണ്ടോ? മൈനസ് ഇനി അടുത്തതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? e raised to -x2/4 ഡിവൈഡ് ബൈ -1/4 എന്നാവും അല്ലേ? ഓവർ ദി ലിമിറ്റ് ഏതാ? 0 to 9.5 എന്നാവും. വേണ്ട. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഏതാ? ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 1/4 ഇൻറ്റു വേണ്ട 1/4 ഇൻറ്റു e raised to -9.5/4 ഇൻറ്റു ഏതാ? 9.5 - 0 ദാറ്റ് ഈസ് 9.5 എന്ന് വരും. 9.5. ഇനി ഇവിടെ ഏതാ? ഈ മൈനസ് അങ്ങ് പ്ലസ് ആവും. പ്ലസ് ഏതാ? 4 ഇൻറ്റു അല്ലേ? ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അവിടെ എങ്ങനെ വരും? അപ്പർ ലിമിറ്റ് എടുക്കുമ്പോൾ e raised to -9.5/4 എന്ന് വരും അല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് e raised to 0 എന്ന് വെച്ചാൽ 1 എന്ന് വരും. നമ്മൾ പരമാവധി ശ്രദ്ധയോടെ സിംപ്ലിഫൈ എടുക്കുക. ഇനി ദാറ്റ് ഈസ് ഈക്വൽ എന്ത് വരും? 1/4 ഇൻറ്റു അല്ലേ? 1/4 ഇൻറ്റു എങ്ങനെ വരും? ആണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു 9.5 e raised to -9.5/4 ഇവിടെ 4 എണ്ണം ഉണ്ട് ഇല്ലേ? ഓപ്പൺ ചെയ്യുമ്പോൾ 4 വരും. ഒരു 9.5 4 കൂട്ടുമ്പോൾ 13.5 എന്ന് വരും. കണ്ടോ? പിന്നെ 13.5 അല്ലേ? e raised to -9.5/4 എന്ന് വരും. കണ്ടോ? ഇൻറ്റു അല്ലേ? ഇൻറ്റു ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു -4 എന്ന് വരും. -4 എന്ന് വരും. കണ്ടോ? ഇവിടെ ഒരു -1/4 ഉണ്ട് അല്ലേ? ഈ -1/4 നമ്മൾ അകത്തോടെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ ആയി. എങ്ങനെ വരും? ഈ -1/4 4 ആകുമ്പം അല്ലേ 1 ആവും. അന്നേരം എങ്ങനെ 1 അല്ലേ? മൈനസ് എങ്ങനെ വരും?
1/4 ഇൻറ്റു അല്ലെങ്കിൽ 13.5/4 ഇൻറ്റു എന്ത് വരും e⁻⁻9.5/4. ഇതാണ് ഏതെന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ പവർ ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ ഓഫ് ദി ടെസ്റ്റ്. വാട്ട് ഈസ് പവർ ഓഫ് ദി ടെസ്റ്റ്? ആക്സെപ്റ്റിംഗ് H1 ഈസ് ട്രൂ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 റാൻഡം വേരിയബിൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ജോയിൻറ്റ് PDF വരും. ആ ജോയിൻറ്റ് PDF ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. ജോയിൻറ്റ് PDF ഒരു പ്രത്യേകത ഉണ്ട്. X1 X2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം f(x, y) ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ X ഉം Y ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ f(x, y) നമുക്ക് f(x) ഇൻറ്റു f(y) എന്ന് എഴുതാം. ആണ് ഇവിടെ f(x1 x2) നമുക്ക് എങ്ങനെ എഴുതാം? f(x1) അല്ലെങ്കിൽ f(x1 തീറ്റ ഇൻറ്റു f(x2 തീറ്റ) എന്ന് എഴുതി. അന്നേരം നമുക്ക് അതിൻ്റെ ജോയിൻറ്റ് PDF കിട്ടി. ആ ജോയിൻറ്റ് PDF ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് ഇനി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അന്നേരം നമുക്ക് ഡബിൾ ഇൻ്റഗ്രേഷൻ നമ്മൾ മുൻ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡബിൾ ഇൻ്റഗ്രേഷനകത്ത് എങ്ങനെയാണ് ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ ലിമിറ്റിൻ്റെ ആശയം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണക്ക് ചെയ്യണം. കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അന്നേരം ആൻസർ എന്ത് വരും? ഇവിടെ നമുക്ക് കിട്ടുന്ന പവർ ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? 1 - 13.5/4 ഇൻറ്റു e⁻⁹ (9.5/4). ഇതാണ് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പവർ ഓഫ് ദി ടെസ്റ്റ് എന്ന് പറയുന്നത്.